Roll camera action body. So start. So hello what's up guys. So guys ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. എൻ്റെ പേര് സൂര്യ നാരായണൻ. എങ്ങനെ പോയി പ്രോഗ്രാംസിൻ്റെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 1995 ഇറങ്ങിയ സ്പീഷീസ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ്. സോ സ്പീഷീസ് എന്ന് പറയുന്ന ഈ സിനിമ 1995 ഇറങ്ങി ഒരു ഹിറ്റായ സിനിമയാണ്. അതുകൊണ്ട് തന്നെ സ്പീഷീസിന് ബാക്കി 4 പാർട്ടുണ്ട്. 4 പാർട്ട്. ഓക്കെ, സ്പീഷീസ് 5 വരെ അവരെ ഇറക്കിയിട്ടുണ്ട്. സ്പീഷീസ് 5 4 അത്രയും കണ്ടുവരെ 4-3 പാർട്ട് കാണും. ഈ സ്പീഷീസ് ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. എന്തായാലും സ്പീഷീസ് 1 ആണ് ഞാനിപ്പം കണ്ടത്. സ്പീഷീസ് 1 എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സിനിമയ്ക്ക്. 1995 അന്ന് പണ്ട് ഇറങ്ങിയ സിനിമയായിട്ട് പോലും നല്ല ക്വാളിറ്റിയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ട്. 1995 VFX ഒക്കെ US ഫിലിംസിലൊക്കെ നല്ല നന്നായിട്ട് പൊങ്ങിയതായിരുന്നു. അതായിരിക്കും, ആയിടൊന്നു. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഫിലിമാണ്. സോ ഇതിൻ്റെ ഒരു 1 വേ പ്ലോട്ട് പറയുവാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയാം. സോ ഗൈസ്, നമ്മുടെ സയൻറ്റിസ്റ്റ്സ് എല്ലാവരും കൂടെ ഏലിയൻസിൻ്റെ ഈ ഒരു പ്രസൻസിന് വേണ്ടി സ്പേസിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സാധനം വെച്ചിട്ട് അവർ സ്പേസിലോട്ടൊരു മെസ്സേജ് വിട്ടു. അപ്പം ആ ഒരു മെസ്സേജ് തിരിച്ചു വന്ന് ഏലിയൻസിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം അവർ ആ ഒരു മെസ്സേജ് ചെയ്യുന്ന ഒരു DNA സംഭവം എടുത്തിട്ട് ഒരു ഏലിയൻ DNA ഉള്ള ഒരു ഹ്യൂമനെ ഉണ്ടാക്കും. അതിനവർ സില്ലെന്ന് പേരിടും. അങ്ങനെ ഈ സില്ല് ഡേഞ്ചറസ് ആയെന്ന് അവർ കണ്ടപ്പോഴേക്കും സില്ലിനെ അവർ കൊല്ലാൻ നോക്കും. പക്ഷെ കൊല്ലാൻ നോക്കുന്ന ദിവസം സില്ല് അവിടെ നിന്ന് ചാടിപ്പോകും. അപ്പം ഈ സില്ല് ചിലപ്പോൾ ഏലിയനായിട്ട് മാറും. അവൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയൊക്കെ ചിലവരെ കൊല്ലാൻ അവൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നു. അവൾ ആൾക്കാരെ കൊല്ലും. അത് ഏലിയനായിട്ട് മാറിയിട്ട്. അപ്പോൾ ഈ സില്ലൊരു ഏലിയനും കൂടെയാണ്, ഹാഫ് ഹ്യൂമനുമാണ്. അതായത് ഒരു ചെറിയ ഹ്യൂമനും കൂടെയാണ്. അപ്പം എന്തായാലും ഈ സില്ല് ഡേഞ്ചറസ് ആയതുകൊണ്ട് ഇവളെ ഇങ്ങനെ ഈ സ്ഥലത്തൊന്നും റാം ചെയ്യാൻ ഇവളെ വിടാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ അവൾ അവിടെ റാം ചെയ്യുന്നതിനെയൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് ഈ സില്ലിനെ, അതായത് ഈ ഏലിയൻ ഇവളെ ആണെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ടീം ഫോം ആവുകയാണ്. ഇവളെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവളെ എൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളുടെ ലൈഫ്. അപ്പം അങ്ങനെ ഒരു ടീം ഫോം ആവുകയാണ്. ഇനി ഇവർ ഈ സില്ലിനെ പിടിക്കുമോ, ഇവളെ കൊല്ലുമോ എന്നൊക്കെയുള്ള കഥയാണ് ഈ സ്പീഷീസ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു സിനിമയായിട്ട് നിങ്ങൾക്കും ഇത് തോന്നും. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും നല്ല ക്യാരക്ടേഴ്സും അത്രയ്ക്കും നല്ല വൈബുമാണ് ഈ സിനിമ എനിക്ക് കണ്ടപ്പം തോന്നിയത്. ഹെർക്കുലീസിനെക്കാളും എനിക്ക് എന്തുകൊണ്ടോ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. സ്പീഷീസ് എന്ന് പറയുന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ്, ഹെർക്കുലീസിൻ്റെ മൂവി റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരിക. സ്പീഷീസ് എന്ന് പറയുന്ന ഈ സിനിമ ഇറ്റ്സ് ഗ്രേറ്റ് വർക്ക് ഓഫ് ആർട്ട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ഗ്രേറ്റ് വർക്ക് ഓഫ് ആർട്ടാണ് ഇത്. സോ ഗൈസ്, എന്തായാലും നിങ്ങൾക്കും ഈ സിനിമ ഞാനിപ്പം കുറച്ച് കോൺസെപ്റ്റ്സ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പോയി കാണാം. പിന്നെ ഇതിനകത്ത് വൈബ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ ഒരു ഹൊറർ ടൈപ്പ് ഒരു ഫിലിമിനകത്ത് എങ്ങനെ വൈബ് വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ സിനിമയിനകത്ത് ചിലപ്പോഴേക്ക് ഇവർ ക്ലബിൽ ഒക്കെ ഉള്ള സീൻസ് ഉണ്ട് ഈ സിനിമയിനകത്ത്. ആ സീൻസിൻ്റെ അടുത്തൊക്കെ പാട്ട് ഇടും ഗൈസ്. പാട്ട്
അതും നല്ല വൈബായിട്ട് നമുക്ക് ജോളി അടിച്ചിരുന്ന് കേൾക്കാൻ പറ്റിയ പാട്ടൊക്കെ എല്ലാം ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പം എന്തായാലും ഒരു ക്രീച്ചർ ഹൊറർ സിനിമ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് നല്ല സിനിമയാണ്, വേണ്ടവരെല്ലാവരും പോയി കാണും. ഐ മീൻ എല്ലാവരും പോയി കാണുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒരു ഏലിയൻ കോൺസെപ്റ്റ് വരുന്ന ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ ഒരു ഗുഡ് ഫിലിം, ഓക്കെ, ഗ്രേറ്റ് ഫിലിം എന്നൊക്കെ പറയാൻ പറ്റും. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നും വളരെ ശ്രദ്ധ നേടിയ ഒരു സിനിമയായിരുന്നു ഈ സ്പീഷീസ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളും പോയി കൊണ്ടോളൂ. നൈസ് ബൈ. പിന്നെ പോകുന്നതിന് മുമ്പേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അത് ഞാൻ മറന്നുപോയപ്പോഴും. അതായത് നിങ്ങളതൊന്ന് ചെയ്തേക്കുക പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, എന്തായാലും ബൈ ബൈ. നിങ്ങളോടും കൂടെയോ ബൈ ബൈ.